ആന്റോ ആന്റണി എങ്ങനെയാണ് ഈ കേസിൽ പെട്ടത്, അഥവാ ഇങ്ങനെ ഈ കൂടിക്കാഴ്ചയിൽ എങ്ങനെ വന്നു? ആന്റോ ആന്റണി ആണോ ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്ഥലം എടുത്തു കൊടുത്ത്, മീൻസ് ഈ എൻട്രി ഒരുക്കി കൊടുത്തത്? ഇതാണ് ആ ദൃശ്യം. ആന്റോ ആന്റണി MP നമുക്ക് കാണാം. അവിടെ ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത് ചരടല്ല, ബ്രേസ്ലെറ്റ് ആണെന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു. അതല്ല, ആ ചരടിൻ്റെ അറ്റത്തൊരു ഏലസ് ഉണ്ടായിരുന്നു എന്നും CPM ആക്ഷേപിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആന്റോ ആന്റണിയോട് തന്നെ ചോദിച്ചറിയാം. സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പമുള്ള ഫോട്ടോയിൽ ഇതാദ്യമായി വിശദീകരണവുമായി ആന്റോ ആന്റണി MP. ശബരിമലയിലെ സംഘമെന്ന് പറഞ്ഞാണ് ഫോട്ടോ എടുത്തത് എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. കൊണ്ടുവന്നത് ആരാണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒപ്പം വന്ന പോറ്റി സോണിയാഗാന്ധിക്ക് സമ്മാനമൊന്നും നൽകിയില്ല, കയ്യിൽ ചരട് മാത്രമേ കിട്ടിയിട്ടുള്ളൂവെന്നും ആന്റോ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതാദ്യമായി ഈ വിഷയത്തിൽ ആന്റോ ആന്റണി ഒരു മറുപടി നൽകുകയാണ്. എന്താണ് കൊണ്ടുവന്നത്? ചരടാണ്. ആന്റോ ആന്റണി നിൽക്കുമ്പോൾ കൊണ്ടുവന്നത് ചരടാണ്, അത് ബ്രേസ്ലെറ്റോ ഏലസോ ഒന്നും അല്ല എന്ന് പറയുന്നു. കൊണ്ടുവന്നത് ആര് എന്ന ചോദ്യത്തിന് അത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നു. നമുക്കൊന്ന് കേട്ടുവരാം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ആന്റോ ആന്റണി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. MP ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ ഭവനത്തിൽ എത്തിയത്? അങ്ങ് അവിടെ എങ്ങനെ വന്നു? എനിക്ക് സമയവും വർഷമൊന്നും ഓർക്കുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ്. 2013 എൻ്റെ വിശ്വാസം. അപ്പോൾ ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധിയുടെ വളരെ പ്രായം കുറഞ്ഞ ഫോട്ടോയാണ്. ഇപ്പോൾ കാണുന്ന പോലുള്ളൊരു ഫോട്ടോയല്ല. ഞാൻ മാഡത്തെ കാണാൻ വേണ്ടി ജന്മത്തിലെത്തി ഇറങ്ങുമ്പോഴാണ് ഇവർ വരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഇവർ ശബരിമലയിൽ നിന്നുള്ള ആളുകൾ വരുന്നത്. അതായത് അങ്ങ് സോണിയാഗാന്ധിയുടെ ഭവനത്തിലുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്ത് അവിടെ എത്തുമെന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയാണോ? അറിയില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശബരിമലയിൽ നിന്നുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ശബരിമല ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ MP എന്ന നിലയിൽ ഞാനും ആ ഫോട്ടോയിൽ നിന്നു എന്നുള്ളതല്ലാതെ ഇത് പോറ്റിയാണെന്നോ ഇത് മറ്റൊരു കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരു ജനപ്രതിനിധി എവിടെയെല്ലാം പോയി ഫോട്ടോ എടുക്കുന്നു, ആരോടൊപ്പം നിൽക്കുന്നു, ആരെല്ലാം നമ്മളോടൊപ്പം എടുക്കുന്നു, 10-12 വർഷം കഴിഞ്ഞ് അവരേതെങ്കിലും കേസി പ്രതിയായാൽ നമുക്ക് പൊതുജീവിതം അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് സോണിയാഗാന്ധിക്ക് എന്താണ് നൽകിയതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ അങ്ങേക്ക്? ഒന്നും നൽകിയില്ല. കയ്യിലൊരു ചരട് കിട്ടി. അത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ശബരിമലയിൽ നിന്നുള്ള എന്തോ ഒരു ചരട് കയ്യിൽ കെട്ടി. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. പിന്നെ ഈ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ആ കൂടെ ഫോട്ടോ ഇട്ടപ്പോഴാണ് ഇതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് മനസ്സിലായത്. UDF കൺവീനർ അടൂർ പ്രകാശ് MP, അന്ന് അദ്ദേഹം UDF കൺവീനർ ഒന്നുമല്ല. ഏത് സാഹചര്യത്തിലാണ് അവിടെ നിങ്ങൾ ഒരുമിച്ചാണോ എത്തിയത്? അല്ല, അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ഇത് 2013 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രകാശുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞായിട്ട് 2019 അത് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഈ പറയുന്ന ആരോ ഏതോ ഒരു വ്യക്തി ഒരു കേസിലും പ്രതിയല്ലാതെ ആരോപണ വിധേയനല്ലാതെ ഇരിക്കുന്നൊരു സമയത്ത് ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണാത്ത ആരാ ഈ ലോകത്തുള്ളത്? കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിനെ കാണാത്ത? മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ ഈ അടുത്ത കാലത്തെ പോലും. അതെല്ലാം ആരോപണമായിട്ട് എടുത്താൽ അദ്ദേഹം കണ്ട ആളുകളുടെ എല്ലാം ചിത്രങ്ങൾ എടുത്തു വെച്ച് അവരെല്ലാം ആരോപണ വിധേയരാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഇന്നും ഒരു 2 ഡസൻ ആളുകൾ എന്നോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. പലരെയും എനിക്കറിയത്തില്ല. അവർ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായ ഞാനാണോ സമ്മാനം പറയേണ്ടത്? ഒന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു പ്രചാരണം കൊണ്ടുപോകുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അടൂർ പ്രകാശ് MP ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്നത്, അതും ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ TV തന്നെയാണ് അത് പുറത്തുവിട്ടത്. അതേ സംബന്ധിച്ച് അറിയത്തില്ല. അത്തരം കാര്യങ്ങൾ അടൂർ പ്രകാശുമായിട്ട് നേരിട്ട് സംസാരിക്കുക. എനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയില്ല. ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ആന്റോ ആന്റണി നൽകുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് കൊണ്ടുവന്നത് എന്നുള്ള വിശദീകരണമാണ്. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത്. ശബരിമല സംഘമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ പരിചയപ്പെടുത്തി. പ്രയാർ ഗോപാലകൃഷ്ണൻ UDF കാലത്ത് നിയമിതനായ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജനപഥിൽ കയറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം ആന്റോ ആന്റണിയുമായി സംസാരിച്ച പ്രവീൺ പുരുഷോത്തമനുണ്ട്, ഒപ്പം TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ പുരുഷോത്തമൻ, ആന്റോ ആന്റണി നൽകുന്ന മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, ആന്റോ ആന്റണി ഈ പോറ്റി അവിടെ വരുന്ന സമയത്ത് ജനപഥിലുണ്ടായിരുന്നു, പോറ്റി വിളിച്ചുകൊണ്ട് വന്നതല്ല എന്നതാണ് ആന്റോ ആന്റണി പറയുന്നത്. അടൂർ പ്രകാശ് പറയുന്നത് അങ്ങനെയല്ല. അടൂർ പ്രകാശിനെ നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് താൻ വരുന്നുണ്ട്, അവിടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ ആന്റോ ആന്റണി പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്റോ ആന്റണിയെ വിളിച്ച് നേരത്തെ അവിടെ വരാൻ പറഞ്ഞതല്ല. ആന്റോ ആന്റണി ജനപഥിലുള്ളപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. പക്ഷെ കൊണ്ടുവന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് പറയുന്നു.
അതിന്റെ അർത്ഥം ഇപ്പോൾ ആരാണ് ജന്മത്തിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന ചോദ്യത്തിന് ആന്റണി ഒരു ഉത്തരമാണോ നൽകുന്നത്? പ്രയാർ ഗോപാലകൃഷ്ണനാണ്. മാത്രമല്ല അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല, ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണോ ആന്റണി പറയാൻ ശ്രമിക്കുന്നത്? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം, പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്നുള്ള ഒരു സംഘം എന്ന നിലയിലാണ് സോണിയാഗാന്ധി അവിടെ സന്ദർശനം അനുവദിച്ചത് എന്നാണ് ഇപ്പോൾ ആന്റണി എം പി റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. ആന്റണി എം പി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. താൻ അവിടെ സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നതിനായി ചെന്നിരുന്നു. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആന്റണി എം പി അവിടെ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച ആന്റണി എം പി നടത്തിയിരുന്നു. അതിനുശേഷം ആ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങവെയാണ് ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ വസതിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനുമായി സംസാരിച്ചു. ശബരിമലയിൽ നിന്നുള്ള സംഘമാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് താൻ കയറിപ്പോയി എന്നാണ് ഇപ്പോൾ ആന്റണി എം പി പറയുന്നത്. അതിനുശേഷം സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരടാണ് കെട്ടിയത്, മറ്റ് സമ്മാനങ്ങളൊന്നും അവിടെ നൽകിയില്ല എന്നൊരു കാര്യം കൂടി ആന്റണി എം പി പറയുന്നുണ്ട്. ശബരിമലയിൽ നിന്നുള്ള ഒരു സംഘം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തെ ഒരു എം പി കൂടിയാണ് ആന്റണി എം പി. അതുകൊണ്ട് താൻ ആ സംഘത്തോടൊപ്പം അവിടെ നിന്നു എന്നത് മാത്രമാണ് ആന്റണി എം പി പറയുന്നത്. അടൂർ പ്രകാശ് പിന്നീടാണ് ഈ പറയുന്ന വസതിയിലേക്ക് എത്തിയത് എന്നും ആന്റണി എം പി പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് 10 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു കേസ് വരുമ്പോൾ അന്നത്തെ ആ ഒരു ഫോട്ടോ വെച്ച് താൻ എങ്ങനെ ആരോപിതനാകും എന്ന ഒരു കാര്യം കൂടി, ഒരു ചോദ്യം കൂടി ആന്റണി എം പി ചോദിച്ചിട്ടുണ്ട്. അരുൺ.